ഹായ് ഹലോ യു ജി എസിൻ്റെ എക്കണോമിക്സിൽ 2024 ചോദിച്ച 2 ക്വസ്റ്റ്യൻസാണ് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി പോളിസിയിൽ നിന്നാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ടൈമും കോൺസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വേരിയിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും മിനിമം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സിലബസ് ഏരിയയാണ് ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇവിടെ ഞാനിപ്പോൾ എടുത്ത് സോൾവ് ചെയ്യാൻ പോകുന്നത് 2024 ജൂണിലും 2024 ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞിരിക്കുന്ന ഡിസംബറിലും ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുള്ളതല്ല, ആ ടോപ്പിക്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പോയിന്റ് ആണ് നിങ്ങൾക്ക് പിന്നീട് ഫർദർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് CRR ഉം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ബാങ്ക് റേറ്റും ടാക്സ് റേറ്റും ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ടാക്സ് റേറ്റ് ആണ്. ടാക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാലോ ഫിസ്ക്കൽ പോളിസിയാണ്. എന്നാൽ CRR ഉം ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ബാങ്ക് റേറ്റും എല്ലാം എക്സാക്ട്ലി എന്താണ്? മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. നമുക്ക് ഇതിന്റെ ബേസ് ലെവൽ കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മളെല്ലാവരും ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ദെൻ ക്വാളിറ്റേറ്റീവ്. പിന്നെ അതുകൂടാതെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് 2 തരത്തിൽ നമുക്ക് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് ഏതാണ്? നമ്മളൊരു ജനറൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം, അതിന്റെ മീനിങ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ബൈയിങ്ങും സെല്ലിംഗും ആണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയുന്നതാണ്. മണി സപ്ലൈ കൂട്ടാനും ഇൻജെക്ട് ചെയ്യാനും അതുപോലെ തന്നെ മണി സപ്ലൈ അബ്സോർവ് ചെയ്യാനും കപ്പാസിറ്റി ഏതിനുണ്ട്? ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് ഉണ്ട് എന്നുള്ളതാണ്. RBI വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് മോണിറ്ററി പോളിസിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ ഇതിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈയിങ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ആണ് മണി സപ്ലൈ. എന്ന് വെച്ചാൽ മണി സപ്ലൈ കൂടുന്നതിന് കാരണമാവും ബൈയിങ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ. പബ്ലിക്കിന്റെ കൈവശം ഇരിക്കുന്ന സെക്യൂരിറ്റീസ് ബാങ്ക് വഴി RBI തിരിച്ചു മേടിക്കുന്നു. ചുമ്മാ തിരിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. പബ്ലിക്കിന് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പേ ചെയ്തിട്ട് മേടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 1000 റുപ്പീസിന് സെക്യൂരിറ്റി കൈവശിരിക്കുന്ന ആളാണെങ്കിൽ ആളുടെ കയ്യിൽ നിന്ന് RBI ഇത് ബൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആൾക്ക് 1000 റുപ്പീസ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനു കാരണമാവും? മണി സപ്ലൈ കൂടുന്നതിന് കാരണമാവും. ഇഞ്ചക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. നേരെ തിരിച്ച് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ സംഭവിക്കും ഗവൺമെന്റ് സെക്യൂരിറ്റി RBI നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നു ബേസിക്കലി. അപ്പൊ നിങ്ങളുടെ കയ്യിലെ പണം ബാങ്ക് വഴി RBIയിലേക്ക് എത്തുന്നു. അതെന്താണ് അവിടെ നടക്കുന്നത്? ആക്ച്വലി അബ്സോർപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ ഓഫ് ലിക്വിഡിറ്റി ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പം മോണിറ്ററി പോളിസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റിലെ ഒന്നാമത്തെ പോയിന്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അതിന്റെ ഒരു ഓപ്പറേഷണൽ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈയിങ് മണി സപ്ലൈ കൂട്ടും, അറ്റ് ദ സെയിം ടൈം സെല്ലിംഗ് മണി സപ്ലൈ കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അവിടെ പരിഗണിക്കേണ്ടി വരും. ഓക്കെ, ആദ്യം നമ്മൾ പരിഗണിച്ച ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് ഒന്നാമതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിൽ. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അടുത്ത് പരിഗണിക്കുന്ന പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പ്രധാനം പറയുന്നത് ഷോർട്ട് ടൈം പോളിസി ഇൻഡിക്കേറ്റർ റിപ്പോ റേറ്റ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇപ്പോഴത്തെ മോണിറ്ററി പോളിസി കോഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റ് ഉണ്ട്. റിപ്പോ റേറ്റിന് മുകളിൽ അപ്പർ സീലിംഗ് ആയിട്ട് MSF ഉണ്ട്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഫ്ലോർ റേറ്റ് ആയിട്ട് SDF ഉണ്ട്. പണ്ട് റിവേഴ്സ് റിപ്പോ ആയിരുന്നു, ഇപ്പോൾ അവിടെ എന്താണ് ഉള്ളത്? SDF ആണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ബാങ്ക് റേറ്റ് അവിടെയുണ്ട്. ഇതെല്ലാം കൂടെയാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റിപ്പോ റേറ്റ് നമുക്കറിയാം ഷോർട്ട് ടൈം പോളിസി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ RBI റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബോറോ ചെയ്യുന്ന റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോയ്ക്ക് കീഴിൽ നിങ്ങൾക്ക് ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഷോർട്ട് ടൈം റിക്വയർമെന്റ് അനുസരിക്കും. എന്ന് മാത്രമല്ല ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിപ്പോ റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI നിന്ന് ബോറോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എബോവ് ദി SLR റിക്വയർമെന്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡേർഡ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി പഴയ റിവേഴ്സ് റിപ്പോ തന്നെയാണ്. പഴയ റിവേഴ്സ് റിപ്പോ ആണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. എന്താണ് റിവേഴ്സ് റിപ്പോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ അറിയാം. എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ എക്സസ് ലിക്വിഡിറ്റി RBI എടുത്ത് പാർക്ക് ചെയ്യുമ്പോൾ RBI അവർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും. അതാണ് ആക്ച്വലി അത് റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി അത് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമിൽ നിന്ന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലോർ റേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന റിവേഴ്സ് റിപ്പോ അല്ല, എന്താണ്? SDF ആണ്. SDF സെയിം തന്നെയാണ്. അപ്പോൾ ബൈ ഡെഫിനേഷൻ SDF റിവേഴ്സ് റിപ്പോയും സെയിം ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്ക് ലോൺ ലെൻഡ് ചെയ്യുന്ന റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി എക്സസ് ലിക്വിഡിറ്റി പാർക്ക് ചെയ്യാനുള്ള ആ ഒരു വിൻഡോ. എക്സസ് ലിക്വിഡിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കിൽ RBI എടുത്ത് പാർക്ക് ചെയ്യുമ്പോൾ അതിന് RBI കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് SDF ഈ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ SDF നമുക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? കൊളാക്ടൽ കൊടുക്കേണ്ട കാര്യമില്ല ബാങ്കുകൾ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് റിപ്പോയിൽ കൊളാക്ടൽ കൊടുക്കണം. അപ്പോൾ പുതിയൊരു മോണിറ്ററി പോളിസി സ്റ്റാൻസിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സ് റിപ്പോയ്ക്ക് പകരം SDF വന്നിരിക്കുന്നു. SDFന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ് ഈ പറഞ്ഞിരിക്കുന്ന
ബാക്കപ്പ് കൊളാട്രൽ ബാക്കപ്പ് കൊടുക്കേണ്ടത് അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നതാണ്. പിന്നെ ബാങ്ക് റേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലോങ് ടൈം ലെൻഡിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI ലോൺ കൊടുക്കുന്ന റേറ്റ് ആണ് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഏത് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് റിപ്പോ റേറ്റ് പോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBI നിന്ന് ലോൺ എടുക്കുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാങ്ക് റേറ്റ് ഉപയോഗിച്ച് ലോൺ എടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് കൊടുക്കേണ്ടില്ല, സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്യേണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. വിച്ച് മീൻസ് ഏകദേശം MSFന് തുല്യമായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ റിപ്പോ റേറ്റിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും ബാങ്ക് റേറ്റ് എന്നുള്ള കാര്യം അവിടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ഏതൊക്കെയാണ്? റിപ്പോ ഉണ്ട്, ആൻഡ് ദെൻ LF കോറിഡോർ റിപ്പോയ്ക്ക് മുകളിൽ വരുന്ന MSF ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സീലിംഗ് റേറ്റ് ആയിട്ട് വരുന്നത്, ആൻഡ് ദെൻ ഫ്ലോർ റേറ്റ് ആയിട്ട് വരുന്ന ഏതുണ്ട്? സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി ഉണ്ട്, പഴയ റിവേഴ്സ് റിപ്പോ ഉണ്ട്. റിവേഴ്സ് റിപ്പോ LF കോറിഡോറിൽ നിന്ന് മാറിയിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴും എന്തുണ്ട്? ഇൻസ്ട്രുമെന്റ് ഓപ്പറേഷൻ രീതിയിലേക്ക് അവിടെ അവൈലബിൾ ആണ്. എസ്പെഷ്യലി വേരിയബിൾ റിവേഴ്സ് റിപ്പോസ് ഒക്കെ ഓപ്ഷൻ പോയിന്റിൽ RBI നല്ല രീതിയിലേക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ബാങ്ക് റേറ്റ് ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ അടുത്ത മോണിറ്ററി പോളിസി ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പരിഗണിക്കേണ്ട ഏതാണ്? റിസർവ് റേഷ്യോസ് ആണ്. രണ്ട് റിസർവ് റേഷ്യോസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? CRRഉം SLRഉം. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലും അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി നിശ്ചിത ശതമാനം RBI എടുത്തുകൊണ്ട് പാർക്ക് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. ഇപ്പോഴത്തെ CRR 4% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റിയുടെ 4% RBI എടുത്തുകൊണ്ട് പാർക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് ആക്ച്വലി ഏത്? CRR എന്ന് വെച്ച് കഴിഞ്ഞാൽ. SLR എന്താണ്? സെയിം സിറ്റുവേഷൻ ആണ്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലും അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റിയുടെ 18% അവർ തന്നെ വോട്ടിൽ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. 4% ഉള്ള ഏത്? CRRഉം അതേപോലെ തന്നെ 18% ഉള്ള SLRഉം. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന February 4-നാണ്. ഈ February 4 റേറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ റിപ്പോ റേറ്റ് ഞാനിപ്പോൾ പോളിസി ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴത്തേനും ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു റേറ്റിൽ നമ്മൾ പറയുമ്പോൾ 4-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, February 2024. ഈ സമയത്ത് 6.50 ആണ്. 6.50 ആണ്. പക്ഷേ അടുത്ത ദിവസം 5-ാം തീയതി എന്നുള്ള പുതിയ മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നുണ്ട്. റിപ്പോ റേറ്റിൽ മാറ്റം വരാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നതാണ്. റിപ്പോ റേറ്റ് 6.50 ആണെങ്കിൽ അതിനേക്കാളും 25 ബേസിസ് പോയിന്റ്സ് കൂടുതലായിരിക്കും ഏത്? MSF എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6.75 ആയിരിക്കും. അതിനേക്കാളും 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കും അത് സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 6.25 ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന LF കോറിഡോറിന്റെ വിഡ്ത്ത് ഇപ്പോൾ 50 ബേസിസ് പോയിന്റ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റീസെന്റ് അതായത് 4th February 2024 നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും നാളെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് 5th Februaryക്ക്. അതിൽ വേണേൽ മാറ്റം വന്നേക്കാം. എസ്പെഷ്യലി റിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ SLRഉം CRRഉം മാറ്റം വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. പക്ഷേ ഇന്നത്തെ 4th February 2024 നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് അവിടെ വന്നിരിക്കുന്നത് റിപ്പോ റേറ്റ് 6.50 ആണ്. കോറിഡോറിന്റെ വിഡ്ത്ത് 50 ബേസിസ് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 25 ബേസിസ് പോയിന്റ്സ് കൂടുതലായിരിക്കും MSF. അപ്പോൾ 6.75. 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കും ഏത്? SDF. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും? 6.25 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ബാങ്ക് റേറ്റ് എപ്പോഴും MSFനോട് തുല്യമായിരിക്കും. 6.75 തന്നെയായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് ദെൻ റിവേഴ്സ് റിപ്പോ ഇപ്പോൾ എന്തില്ല, കോറിഡോറിന്റെ ഓപ്പറേഷനിൽ നമ്മളിപ്പം ഫ്ലോർ റേറ്റ് ആയിട്ട് റിവേഴ്സ് റിപ്പോ നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ റിവേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ്? റിസർവ് റേഷ്യോസിൽ നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, SLR. ഇതെല്ലാം എവിടെ വരുന്നതാണ്? മോണിറ്ററി പോളിസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ മോണിറ്ററി പോളിസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതെന്താണ് നമ്മൾ കണ്ടതാണ്. പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന റിപ്പോയും MSFഉം SDFഉം സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റിയും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് റേറ്റും ഒക്കെ ചേർന്നാണ് ഈ പറഞ്ഞ പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിസർവ് റേഷ്യോസ് ആയിട്ടുള്ള CRRഉം SLRഉം. ഇനി അടുത്ത ഏതാണ്? ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ്? ഡിഫറെന്റ് മെത്തേഡ്സ്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് റേഷനിങ്, മോറൽ സുവേഷൻ, ഡയറക്റ്റ് ആക്ഷൻസ്, മാർജിൻ റിക്വയർമെന്റ്സ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സെലക്ടീവ് ഇൻസ്ട്രുമെന്റ്സ് ഓർ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന രീതിയിലേക്ക് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്വാളിറ്റേറ്റീവ് എന്തൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്റ് റേറ്റിംഗ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഓൺ ലോൺസ് ആണ്. ഓക്കെ, അത് ചില മേഖലയിലേക്ക് ലോൺസിന് RBI ലിമിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതുവഴി നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സാധിക്കുന്നതാണ്. മോറൽ സുവേഷൻ, ഓക്കെ, അതേപോലെ ഡയറക്റ്റ് ആക്ഷൻസ്, ആൻഡ് ദെൻ മാർജിൻ റിക്വയർമെന്റ്സ്. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് ഓഫ് കൊളാക്ടൽ ആണ്. ആ മിനിമം എമൗണ്ട് ഓഫ് കൊളാക്ടൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടാനും കുറയാനും ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ രീതിയിലേക്ക് മാർജിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സ്പെസിഫിക് എമൗണ്ട് ലോൺ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ മാർജിൻ നമുക്ക് ഒന്നെങ്കിൽ കൊടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ കൊടുക്കുന്ന മാർജിന് ചെറിയൊരു എമൗണ്ട് ലോണെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം മാർജിൻ റിക്വയർമെന്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് എക്കോണമിയിലേക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുക. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നിന്ന് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ക്രെഡിറ്റ് റേഷനിങ്ങും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മോറൽ സുവേഷനും ആൻഡ് ദെൻ ദി ഡയറക്റ്റ് ആക്ഷനും മാർജിൻ റിക്വയർമെന്റ്സും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് ഇപ്പോൾ നമുക്ക് കണ്ടത്. അത് കൂടാതെ നമുക്ക് വേറെ തരത്തിലും
മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റും ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സും. ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടാത്ത, ഒരുപാട് കുട്ടികൾ നന്നായിട്ട് പഠിക്കാത്ത ഒരു ഏരിയയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സും ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന രീതിയിലേക്കുള്ള മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫോമാറ്റ്. യൂഷ്വലി ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയറക്ട്ലി ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന RBIയുടെ ഇൻസ്ട്രുമെന്റ്സിന് ഉറപ്പായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് പറയാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CRR ഇപ്പോൾ 4% ആണ്. 4% ഇമ്മീഡിയറ്റ്ലി 5% ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ക്രെഡിറ്റേഷൻ കപ്പാസിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ 1% കുറയാണ് ചെയ്യുന്നത്. CRR കൂട്ടിക്കഴിഞ്ഞാൽ, CRR കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റേഷൻ കപ്പാസിറ്റി കൂടുകയും ചെയ്യും. അതേ സെയിം സിറ്റുവേഷൻസ് ആണ് SLR നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ 18% ആണുള്ളത്. അത് കൂട്ടിയാലും കുറച്ചാലും ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ മണി സപ്ലൈയിൽ എന്താണ് മാറ്റം വരുന്നതാണ്. കാരണം ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് വളരെ മാൻഡേറ്ററി ആയിട്ട് RBIയുടെ CRR SLR റിക്വയർമെന്റ്സ് കീപ്പ് ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ RBI CRRഉം SLRഉം കൂട്ടിയാലും കുറച്ചാലും ഇമ്മീഡിയറ്റ്ലി അത് എഫക്റ്റീവ്നെസ്സിൽ വരും എന്നുള്ളതാണ്. കാരണം ബാങ്കുകൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത എവിടെ മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റ് വരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന CRRഉം SLRഉം നമ്മൾ എന്തായിട്ട് നമ്മൾ പറയുന്നത്? ഡയറക്റ്റ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ റീഫിനാൻസ് ഫെസിലിറ്റീസും, അതായത് സെക്ടർ സ്പെസിഫിക് ലോൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഏത് റീഫിനാൻസ് ഫെസിലിറ്റീസ്. പല സെക്ടേഴ്സിന് വേണ്ടി ഇപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പോർട്ട് സെക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അഗ്രികൾച്ചർ സെക്ടേഴ്സിന് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടാർഗറ്റ് ചെയ്തുള്ള ഫണ്ട് അലോക്കേഷൻ RBI ഫോളോ ചെയ്യുന്ന ഫോംസാണ് റീഫിനാൻസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പാർട്ടിസിപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBI CRRഉം SLRഉം കൂട്ടിക്കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ഫോളോ ചെയ്തേ പറ്റൂ. അത് വേണോ വേണ്ടതൊരു ക്വസ്റ്റൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBI ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിപ്പോ റേറ്റ്, അതായത് LAFൽ വരുന്ന റിപ്പോ, റിവേഴ്സ് റിപ്പോ, SDF, MSF, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി വരുന്ന എല്ലാ കാര്യങ്ങളും ഏതാണ്? ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് റെസ്പോണ്ട് ചെയ്യണം RBI കൂട്ടി റേറ്റിനോട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് അതോടെ വരുള്ളൂ. അപ്പോൾ ഇൻഡയറക്ട്ലി ആണ് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RBI റിപ്പോ റേറ്റ് 6.50 നിന്ന് 7 ആയിട്ട് കൂട്ടി എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ബോറോവിംഗ് അവിടെ കോസ്റ്റഡ് ആയിട്ട് മാറുവാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കൂടിയ റേറ്റിൽ ബോറോ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആ ബാങ്കിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. സെയിം സിറ്റുവേഷൻ ഈ പറഞ്ഞിരിക്കുന്ന RBI നമ്മുടെ റിപ്പോ റേറ്റ് 6.50 നിന്ന് 6 ആയിട്ട് കുറച്ച് കഴിഞ്ഞാലും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബോറോവിംഗ് ചീപ്പർ ആവുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ച് ആ കുറഞ്ഞ റേറ്റിൽ എത്രത്തോളം ലോൺ എടുക്കണം എന്നുള്ളത് ആരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്? ആ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI അവിടെ റേറ്റ് കട്ട് അല്ലെങ്കിൽ റേറ്റ് എൻഹാൻസ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന്റെ ട്രാൻസ്മിഷൻ അവിടെ സമയം എടുക്കും. കാരണം ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഐ മീൻ മാർക്കറ്റ് പ്ലേയേഴ്സ് അതിനോട് റെസ്പോണ്ട് ചെയ്താലേ അവിടെ എന്തുണ്ടാവുള്ളൂ? അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. വിച്ച് മീൻസ് LAFൽ വരുന്ന റിപ്പോ, SDF, MSF, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഇൻഡയറക്റ്റ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആണ്. എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ട്രാൻസ്മിഷൻ ഇൻസ്റ്റന്റ് അല്ല. പാർട്ടിസിപ്പൻസ് റെസ്പോണ്ട് ചെയ്താലേ അതിന്റെ എഫക്റ്റീവ്നെസ് മണി സപ്ലൈക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. അത് സ്ലോ പേസിലാണ് നടക്കുക, ഗ്രാജുവലി ആണ് നടക്കുക. അതുകൊണ്ട് തന്നെ അത് എന്താണ്? ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾ അധികം പഠിക്കാത്തൊരു ഏരിയ ആണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന രീതിയിലേക്കുള്ള ക്ലാസിഫിക്കേഷൻസ് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ കണ്ട ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇൻസ്ട്രുമെന്റ് അല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? ടാക്സ് ആണ് അതിന്റെ ആൻസർ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ, അതാണ് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നത്. എങ്ങനെ ക്വസ്റ്റ്യൻ UGC നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്റ്റഡി മെത്തേഡാണ് ഞാനവിടെ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഇതൊരു കമ്പാരിസൺ ടേബിൾ ആണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റും ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ. SLRഉം CRRഉം റീഫിനാൻസസും ആണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മളവിടെ പരിഗണിക്കുന്നത്. എന്നാൽ LAFൽ വരുന്ന റിപ്പോ, റിവേഴ്സ് റിപ്പോ, SDF, MSF, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതെല്ലാം ആക്ച്വലി എന്താണ്? ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. കാരണം എന്താണ്? ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഡയറക്ട്ലി നടക്കുക. എവിടെ? CRR SLR കൂട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മണി സപ്ലൈ എന്ത് സംഭവിക്കും? കുറയും, ഇൻസ്റ്റന്റ് ആണ്. എന്നാൽ സെമിനെ റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനോട് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഫോഴ്സ് റെസ്പോണ്ട് ചെയ്യണം, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് ഫ്ലെക്സിബിലിറ്റി എടുക്കുകയാണെങ്കിൽ വളരെ റിജിഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന CRRഉം SLRഉം. ഇമ്മീഡിയറ്റ്ലി അത് എഫക്റ്റീവ്നെസ്സിലേക്ക് അവിടെ വരും. കുറച്ചുകൂടെ ഗ്രാജുവൽ ഇമ്പാക്ട് ആണ് ഇതിനുള്ളത്, ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഇതിനെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിന്റെ ഇമ്പാക്ട് ഇമ്മീഡിയറ്റ് ആണ്, ഇൻസ്റ്റന്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡയറക്റ്റ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് വിളിക്കും. മൂന്നാണ്: CRRഉം SLRഉം ആൻഡ് ദെൻ റീഫിനാൻസ്
ഫെസിലിറ്റീസും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും അതുപോലെ റിപ്പോയും റിവേഴ്സ് റിപ്പോയും SDF-ഉം സ്റ്റാൻഡിംഗ് ഫെസിലിറ്റീസും എല്ലാം എവിടെയാണ് വരുന്നത്? LAF എന്ന് പറയുന്ന ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റീസ് ആണ്. അതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? Which one of the following is not an instrument of monetary policy? CRR, open market operation, bank rate and tax rate. നമുക്കറിയാവുന്നതാണ് CRR എന്ന് വെച്ചാൽ ഏതാണ്? ഒന്നെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്, അതല്ലെങ്കിൽ അത് എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ച ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ദെൻ ബാങ്ക് റേറ്റ് എടുക്കുവാണെങ്കിൽ അതെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്, അതല്ലെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഏതാണ്? D ആണ്. ഇൻസ്ട്രുമെന്റ് അല്ലാത്ത ഏതാണ്? ടാക്സ് റേറ്റ് ആണ്. നമുക്ക് അതിന്റെ സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ. നോട്ട് എഴുതിയെടുത്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ. CRR മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആണ്. രണ്ട് തരത്തിൽ നമുക്ക് CRR പറയാം. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവിടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈമിലേക്ക് നിശ്ചിത ശതമാനം RBI എടുത്ത് പാർക്ക് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് CRR എന്ന് വിളിക്കുന്നത്. റൈറ്റ് നോ എത്രയാണ്? 4% ആണെന്നുള്ള 4% ആണ്. അപ്പൊ CRR ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ തന്നെ CRR ഒരു ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റും ആണ്. ഓക്കെ, അതിന് അടുത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ബൈങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്താണ്? അതും ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഇൻഡയറക്റ്റ് ആണെന്നുള്ളതാണ്. ആൻഡ് ദെൻ ബാങ്ക് റേറ്റ് ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, ബൈയിങ്ങും സെല്ലിങ്ങും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി നടക്കുന്നതുകൊണ്ട് തന്നെ അതൊരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ബാങ്ക് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ലോങ് ടൈം ലോൺസ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ RBI നിന്ന് എടുക്കുന്ന റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന റിപ്പോ റേറ്റ് ഉപയോഗിച്ച് ബോറോ ചെയ്യുന്ന പോലെ അവിടെ നമുക്ക് കൊളാക്ടർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ആയിരിക്കും ബാങ്ക് റേറ്റ് എന്ന റിപ്പോ റേറ്റിനേക്കാൾ ഉപരിയായിട്ട്. എന്നാൽ ടാക്സ് റേറ്റ് ഏതാണ്? മോണിറ്ററി പോളിസി അല്ല, ഫിസ്ക്കൽ പോളിസിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു മോണിറ്ററി പോളിസി ടൂളാണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. അപ്പോൾ തന്നിരിക്കുന്നതിൽ എയും ബിയും സിയും മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം D എന്ന് പറയുന്ന മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഏറ്റവും റീസെന്റ് ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുന്ന എക്സാമിലും നമുക്ക് ഈ ആൻസർ കീ വന്നിരിക്കുന്ന ഡിസംബറിലെ എക്സാമിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇൻടാക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് നോക്കാം. ഏകദേശം സിമിലർ പെർസ്പെക്റ്റീവ് ആണ്, പക്ഷേ കുറച്ചൊരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫുൾ ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുന്ന എക്സാമിലെ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പൊ ആൻസർ കീ വന്നിട്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ ഒരു എക്സാമിൽ ജസ്റ്റ് നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടിരിക്കുന്ന ഡിസംബറിൽ നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ബട്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ. നമുക്ക് ക്വസ്റ്റൻ നോക്കാം. എ സെൻട്രൽ ബാങ്ക് ക്യാൻ ഇൻക്രീസ് മണി സപ്ലൈ ഇൻ ആൻ എക്കോണമി. സെൻട്രൽ ബാങ്കിന് എങ്ങനെയാണ് മണി സപ്ലൈ എക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്? ആൻഡ് ദെൻ നമുക്ക് അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബൈ ഇൻക്രീസിങ് CRR. നേരത്തെ നമ്മൾ കണ്ടാണ് CRR എന്താണെന്നുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. പർച്ചേസിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് നമ്മൾ നേരത്തെ കണ്ടാണ്. ഏതാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ളതാണ്. പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലോവറിംഗ് CRR. അഗൈൻ CRR ആണ് പറഞ്ഞിരിക്കുന്നത്. CRR ലോവർ ചെയ്യാന്നുള്ളതാണ്. അതിന് അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോവറിംഗ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പൊ നമുക്കവിടെ വേണ്ട എന്താണ്? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 1 by 1 ആയിട്ട് നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, ഇതിൽ ഏതാണ് മണി സപ്ലൈ കൂടുന്ന ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് അവിടെ നോക്കാം. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ CRR ഇൻക്രീസ് ചെയ്യുക, പർച്ചേസിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ CRR റെഡ്യൂസ് ചെയ്യുക, ആൻഡ് ദെൻ റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റി മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സിൽ വന്നു കഴിയുമ്പോഴത്തേലും മണി സപ്ലൈ കൂടുന്നതിന് കാരണമാകും എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് അടുത്ത എക്സാംസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റുകളും കാര്യങ്ങളും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? CRR ഇൻക്രീസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് CRR? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റൻ നമ്മളവിടെ കണ്ടതാണ് അല്ലെ? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി നിശ്ചിത ശതമാനം RBI എടുത്തുകൊണ്ടേ പാർക്ക് ചെയ്യണം അല്ലെ? ദാറ്റ് പെർസെന്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ദേ ഹാവ് ടു പാർക്ക് വിത്ത് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റൈറ്റ് നോ ഇറ്റ്സ് 4%. 4% നമുക്ക് അവിടെ എന്ത് വരുന്നത്? CRR വരുന്നത്. അപ്പൊ CRR ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. CRR ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി മണി സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 4 അല്ലേ CRR?
റീസെന്റ്. ഇപ്പൊ 4 റൈറ്റ് നോ CRR എന്ന് പറയുന്നത്. അത് 5 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്യാഷിംഗ് കപ്പാസിറ്റി അവിടെ 1% ഇമ്മീഡിയറ്റ്ലി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം എഫക്റ്റീവ്ലി മണി സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മണി സപ്ലൈ കൂടുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്നുള്ളതാണ്, ഏതൊക്കെ ആക്ടിവിറ്റിയാണ് കൂടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും CRR ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടില്ല, മണി സപ്ലൈ കുറയുകയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഓപ്ഷനിൽ A വരാനായിട്ട് പാടില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റി പർച്ചേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം പർച്ചേസ് ആണ്, ബൈങ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പബ്ലിക്കിൽ നിന്ന് RBI മേടിക്കുന്നു ബാങ്ക് വഴി എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് എന്ത് കിട്ടുന്നു? അവരുടെ കൈവശം ഇരിക്കുന്ന സെക്യൂരിറ്റി RBI മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കിട്ടുന്നു. അവരിലേക്ക് പണമാണ് കിട്ടുന്നത്. ബൈങ് ഓർ പർച്ചേസിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ മണി സപ്ലൈ കൂടും. എക്സാക്ട്ലി. സോ മണി സപ്ലൈ കൂടുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റീസ് ആണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സിൽ പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോവറിംഗ് CRR. ഒന്നാമത് കണ്ട പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒന്നാമത് കണ്ട പോയിന്റ് നമ്മൾ കണ്ടതാണ് മണി സപ്ലൈ കുറയുകയാണ് CRR കൂട്ടുമ്പോൾ. ഇവിടെ CRR കുറയ്ക്കുകയാണ്. ഇപ്പൊ CRR 4% അത് 3% കുറച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടുത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് ക്യാഷിംഗ് കപ്പാസിറ്റി 1% കൂടും. അത്രത്തോളം ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിൽ മണി സപ്ലൈ കൂടുകയും ചെയ്യും. അപ്പം CRR കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്കോണമിയിൽ മണി സപ്ലൈ കൂടും. നമുക്ക് ആൻസറിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് C എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ലോവറിംഗ് റിപ്പോ റേറ്റ്. യെസ്, റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ്സ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBI നിന്ന് ലോൺ എടുക്കുന്ന റേറ്റിന് പറയുന്ന പേരാണ് ഏത്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റീസ് പ്ലെഡ്ജ് ചെയ്യണം, ഓക്കെ, എന്നാലേ ലോൺ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വളരെ ചീപ്പായിട്ട് RBI എടുത്ത് ലോൺ കിട്ടുന്നു എന്നാണ് അതിന്റെ മീനിങ്. സോ വിച്ച് മീൻസ് അത് മണി സപ്ലൈ കൂടുന്നതിന് കാരണം വളരെ ചീപ്പായിട്ട്. ഇപ്പം 6.50 ആണ് ഫെബ്രുവരി 4 നമുക്ക് എന്തുള്ളത്? റിപ്പോ റേറ്റ് ഉള്ളത്. അതൊരു 6 ആയിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്രെഡിറ്റ് കപ്പാസിറ്റി എന്താണ്? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും കൂടും. അത് മണി സപ്ലൈ കൂടുന്നതിന് കാരണം. അപ്പൊ നമ്മുടെ കോമ്പിനേഷൻ C എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ബിയും സിയും ഡിയും ആണ് നമുക്ക് അവിടെ എന്ത് വരേണ്ടത്? ആൻസർ ആയിട്ട് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? C ആണ്. നമ്മുടെ ഈ കോമ്പിനേഷനിൽ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി, ലോവറിംഗ് ഓഫ് CRR ആൻഡ് ലോവറിംഗ് ഓഫ് റിപ്പോ റേറ്റ്, ഇത് മൂന്നും B + C + D എന്ത് കാരണമാവും? മണി സപ്ലൈ കൂടുന്നതിന് കാരണമാവും. എന്നാൽ A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അതാണ് മണി സപ്ലൈ കുറയുന്നതിനാണ് കാരണമാവുന്നത്. കാരണം CRR ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഒരു കാരണവശാലും എന്താണ്? A വരാൻ പാടില്ല. അപ്പൊ ഓൾറെഡി നമ്മൾ പോയിന്റ് വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ കോമ്പിനേഷൻ നമ്മളവിടെ കണ്ടുപിടിച്ച് വെച്ചു. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു നാഷണൽ എക്സാമ്പിൾ ഞാനത് പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കാം. ആപ്പിൾബിയുടെ ഇവിടെ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സാമിൽ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു സിനോറിയാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഫേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടൈം കൺസ്ട്രെയിൻ ആണ് ഒരു സ്റ്റുഡന്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ സംബന്ധിച്ച് നല്ലതാണ് എന്നുള്ളതാണ്. ഈ കോമ്പിനേഷനിൽ നമുക്കൊരു കാര്യമുണ്ട്. ഇവിടെ എടുത്തു നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എടുത്തു നോക്കിയാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസിങ് CRR ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് സംബന്ധിച്ച് അറിയേണ്ട എന്താണ്? ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നു ഇൻക്രീസിംഗ് ഓഫ് CRR, റൈസിംഗ് ഓഫ് CRR ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടുകയോ കുറയോ അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ CRR കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയത്തുള്ളൂ, കൂടത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഓപ്ഷനിൽ ഏത് വരാൻ പാടില്ല? A വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രിക്കി പാർട്ടിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ബേസ് പോയിന്റ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അവിടെ വരാൻ സാധിക്കുന്നത് എന്താണ്? A, റൈസിംഗ് CRR ഒരു കാരണവശാലും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഓപ്ഷൻസ് ചെയ്ത് നോക്കാം. A എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ പ്രസൻസ് ഓഫ് A അവിടെയുണ്ട്. B എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ പ്രസൻസ് ഓഫ് A അവിടെയുണ്ട്. ആൻഡ് ദെൻ D എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ പ്രസൻസ് ഓഫ് A അവിടെയുണ്ട്. അപ്പൊ എഫക്റ്റീവ്ലി ബൈ എലിമിനേഷൻ മെത്തേഡ് Aയും Bയും Dയും ആൻസർ ആവില്ല. സോ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? എക്സാക്ട്ലി നമ്മുടെ ആൻസർ ഏത് മാത്രമേ ആകാൻ പാടുള്ളൂ? CA ആകാൻ പാടുള്ളൂ. കാരണം എന്താണ്? എലിമിനേഷൻ മെത്തേഡിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും CRR ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. CRR ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വേണ്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. മണി സപ്ലൈ കൂടില്ല, മണി സപ്ലൈ കുറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ഓപ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. നമ്മുടെ ആൻസർ ഏതാണ്? C ആണ്. അപ്പൊ കണ്ടോ, രണ്ട് തരത്തിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഒന്ന്, എല്ലാ കാര്യങ്ങളും പഠിച്ച് ആധികാരികമായിട്ട് ചെക്ക് ചെയ്ത് C ആണ് നമ്മുടെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒരു സ്റ്റുഡന്റിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത് വളരെ വേഗം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ അതിനൊരു മെത്തേഡും കാണിച്ചു തന്നു. A ഒരു കാരണവശാലും ആൻസർ വരാൻ പാടില്ല എന്നുള്ള ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ Aയിലും Bയിലും Dയിലും A ഉള്ളപ്പോൾ നമ്മൾ ഈ Bയും Cയും Dയും നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മുടെ ആൻസർ C ആണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക്
കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആപ്പിൾ ബിയുടെ ഒരു കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ഒന്നിലേറെ ഫോംസിൽ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് UGC നെറ്റ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടുന്ന് കോഴ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഓഫ്ലൈനായിട്ട് നമുക്ക് അവിടെ വന്ന് പഠിക്കാം. നമ്മൾ ചുമ്മാ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയല്ല, വളരെ ആധികാരികമായിട്ട് ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും. ആൻഡ് തന്നെ അവിടുത്തെ ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരും, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് നമ്മളോട് ഡിസ്കസ് ചെയ്യും. ഇതേപോലെ തന്നെ ഒന്നിലേറെ ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ആപ്പിൾ ബിയുടെ LMSലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ ടോപ്പിക്കുകളുടെയും വീഡിയോ ക്ലാസ്സസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദെൻ ഓഫ്ലൈൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് നിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് അവിടെ ഓൺ ചെയ്യുന്നതാണ്. എനിവേ, ഇതാണ് 2024 ജൂണിലും ഡിസംബറിലും മോൺട്രി പോൾസിൽ നിന്ന് UGC നെറ്റിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസിനാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ടൈമിലും എന്താണ് ഇൻടാക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട്. അപ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് മോൺട്രി പോൾസ്. നിങ്ങൾക്ക് ഉറപ്പിച്ച് പഠിച്ചിട്ട് പോകാവുന്നതാണ്. ഒരു ടൈമിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ്. എനിവേ, ഇതേപോലെ എക്കണോമിക്സിന്റെ നല്ല ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിൾ ബി ഫോളോ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്ന് നേരിട്ട് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. എനിവേ, താങ്ക് യു, ബൈ ബൈ, താങ്ക് യു ഫോർ ദിസ് സെഷൻ.